കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനത്ത് സമരം നടത്തിയവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കള്ളക്കേസുകൾ എടുത്തതിൽ കേരള ലത്തീൻ കത്തോലിക്ക സഭ മീഡിയ കമ്മീഷൻ പ്രതിഷേധിച്ചു. സമാധാനപരമായി സമരം ചെയ്തവർക്കെതിരെ കേസുകൾ എടുത്ത് പീഡിപ്പിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് കേരള ലത്തീൻ കത്തോലിക്ക സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ കളപ്പുരയ്ക്കൽ പറഞ്ഞു. ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. 15 പേർക്കെതിരെ 2 കേസുകളാണ് പോലീസ് ചാർജ് ചെയ്തത്. റോഡ് ഉപരോധിച്ചെന്നും പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തിയെന്നും ആരോപിച്ചാണ് വൈദികരടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത്. ജാമ്യം കിട്ടാത്ത വകുപ്പുകളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സമാധാനപരമായി സമരം ചെയ്തവർക്കെതിരെ കേസുകളെടുത്ത് പീഡിപ്പിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കേരള ലത്തീൻ കത്തോലിക്ക സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ കളപ്പുരയ്ക്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. ജനങ്ങളുടെ കഷ്ടപ്പാടുകളൊന്നും ഈ ഇവിടുത്തെ ഭരണകൂടം ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങള് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണെന്ന് പ്രളയകാലത്ത് ഉറക്കെ പ്രഖ്യാപിച്ച് അവരെ പൊന്നാടണിയിക്കുകയും ചെയ്തിട്ട് അവസാനം അവരുടെ ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ അവരെ സഹായിക്കുന്നതിന് വരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കേസെടുക്കുക, സമരം ചെയ്യാൻ പാടില്ല, കേസെടുക്കുക, അങ്ങനെയുള്ള കാര്യം. ജനങ്ങളുടെ സുരക്ഷയെ അപകടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എതിരെയാണ് യഥാർത്ഥത്തിൽ സർക്കാരും പോലീസും നടപടി സ്വീകരിക്കേണ്ടത്. അതേസമയം ജീവനക്കാരെ തടഞ്ഞുവെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള ആരോപണം തെറ്റാണെന്ന് സമരസമിതി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ ഒരു ജീവനക്കാരൻ പോലും സംഭവ സമയത്ത് ഇവിടെ എത്തിയിരുന്നില്ല. ജീവനക്കാരും ഇത് സംബന്ധിച്ച് പരാതികളും നൽകിയിട്ടില്ലെന്ന് ഇവർ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.